നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്കൂട്ടർ യാത്രികൻ ഫുട്പാത്തിലേക്ക് ഓടിച്ചു കയറുന്നു. ആ വാഹനം അങ്ങോട്ട് ഫുട്പാത്തിലേക്ക് കയറ്റിയതേ ഓർമ്മയുള്ളൂ. 72കാരിയായ ഒരു സിംഗപ്പെണ്ണ് അല്ലെങ്കിൽ 72കാരിയായ ഒരു അമ്മ രണ്ടും കൽപ്പിച്ച് അവിടെ അങ്ങ് നിന്നു. പിന്നീടുണ്ടായത് ചരിത്രമാണ്. അതായത് പാൻ ഇന്ത്യ എന്നുള്ള ലെവലിലേക്കാണ് വെറും 60 സെക്കൻഡ് വീഡിയോ മണിക്കൂറുകൾക്കുള്ളിൽ പോയത്. ഏകദേശം 25 മില്യൺ ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. നിയമം തെറ്റിക്കുന്ന ആളുകൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദേശമായിരുന്നു ഈ വീഡിയോയിലൂടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫുട്പാത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റിയയാളെ ധൈര്യപൂർവ്വം തടഞ്ഞു നിർത്തിയ 72കാരിയായ പ്രഭാവതി അമ്മ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. നിയമലംഘനം ചോദ്യം ചെയ്യുന്ന ഇവരുടെ വീഡിയോ അഫ്ലു സ്റ്റോറീസ് എന്ന് പറയുന്ന വ്ളോഗറാണ് പങ്കുവെക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ വീഡിയോ വൈറലായി. ഇപ്പോൾ ഏകദേശം 25 മില്യണോളം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അതായത് പ്രഭാവതി അമ്മയോട് നേരിട്ട് KV ഗണേഷ് കുമാറിന് അഭിനന്ദനം നൽകാനുള്ള ഒരവസരമടക്കം വന്നു കഴിഞ്ഞു എന്ന് ചുരുക്കം. ആ അമ്മ ഒരുപക്ഷെ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മനസ്സിൽ പോലും കരുതി കാണില്ല ഇതിങ്ങനെ വൈറലാകുമെന്നും ജനങ്ങൾ ശ്രദ്ധിക്കുമെന്നും. പക്ഷേ ആ അമ്മ ഒരു എന്തിനാണ് ഇത്തരത്തിലൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നാലാൾ അറിഞ്ഞതിൽ സന്തോഷം. പക്ഷെ അതൊന്നും കണ്ടായിരുന്നില്ല താൻ അങ്ങനെ ചെയ്തത്. തനിക്ക് തെറ്റെന്ന് തോന്നിയതിനോട് താൻ എതിർത്തു എന്നുള്ളതാണ്. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഫുട്പാത്തിലൂടെ ഒരിക്കലും ഒരു വാഹനം ഓടിക്കാൻ പാടില്ല. അത് അങ്ങനെ വാഹനം ഓടിച്ചാൽ തന്നെ അവിടെയുള്ള കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും എന്നതിനേക്കാൾ ഉപരി അപകട സാധ്യതകൾ കൂടുതലാണ് എന്നും ആ അമ്മ പറയുകയാണ്. അതായത് ഒന്നുകിൽ ഫുട്പാത്തിൽ നിന്ന് പെട്ടെന്ന് റോഡിലേക്ക് കണക്ഷൻ എടുക്കാൻ നോക്കുന്ന ഡ്രൈവേഴ്സിനെ പെട്ടെന്ന് കാണുന്ന ബാക്കിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു, സഡൻ ബ്രേക്ക് ഇടുന്നു. അത് അറിയാതെ സിഗ്നലുകളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് പരസ്പരം കൂട്ടിയിടിച്ച് വലിയൊരു അപകട സാധ്യത അടക്കം ഉണ്ടാകുന്ന ഒരു വിഷയത്തെയാണ് ആളുകൾ ഇത്തരത്തിൽ നിസാരവൽക്കരിച്ചെടുക്കുന്നത്. അത് അവസാനിപ്പിക്കണം എന്നാണ് ആ അമ്മ പറയുന്നത്. അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറിനോട് വളരെ ധൈര്യത്തോടെ ആ അമ്മ ചോദിക്കുകയാണ് ഇതിനൊക്കെ ഒരു നടപടി വേണ്ടേ എന്ന്. ഇതിനൊക്കെ ഒരു ഏറ്റവും വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനം വേണ്ടേന്ന്. അപ്പോൾ KV ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രിയായ KV ഗണേഷ് കുമാർ പറയുന്നു, ഞാൻ ഇതിനൊക്കെ ഉതകുന്ന തരത്തിലൊരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എങ്കിൽ പോലും അത്തരം ഒരു ആപ്പ് നമ്മുടെ നാട്ടിലുണ്ടമ്മേ. എന്തെങ്കിലും തെറ്റുകൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്ത് അത് ഡൽഹിയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നേരിട്ട് ഫൈൻ അടിച്ച് കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് ആപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു പരിഹാരം ഇവിടെ ഉണ്ട് അമ്മേ. എന്തായാലും അമ്മയുടെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന്, ഇത്തരത്തിൽ പ്രതികരിക്കാൻ നിന്നതിന് ഒരുപാട് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് KV ഗണേഷ് കുമാർ മറുപടി കൊടുക്കുന്നു. പക്ഷെ അവിടെയും വലിയ ട്വിസ്റ്റ്. KV ഗണേഷ് കുമാറിനോട് ചോദിക്കുന്നത് അത് സർക്കാരിലേക്ക് ഒരു ഫണ്ട് മാത്രമല്ലേ ആകുകയുള്ളൂ, ഇവിടെ നടപടിയൊന്നും ഉണ്ടാകില്ലല്ലോ, ഫൈൻ അടച്ചാൽ വീണ്ടും നിയമം ലംഘിക്കാനുള്ള ഒരു മനസ്സിലേക്ക് യാത്രക്കാരെയും വാഹന ഓടിക്കുന്ന ആളുകളെയും എത്തിക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ഒരു 72 വയസ്സുകാരി. ഒന്ന് ചിന്തിച്ചു നോക്കണം, 72ാം വയസ്സെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം പ്രായമുള്ള കാലമാണ്. സാധാരണഗതിയിൽ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും വാങ്ങി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം, അല്ലെങ്കിൽ കുറച്ച് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടണം, കൊച്ചുമക്കളും ഒക്കെ ഇരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുൻപിലാണ് 72ാം വയസ്സിലും താനും ഒരു പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്, ഇവിടുത്തെ അവകാശങ്ങൾ എല്ലാവരെയും പോലെയും തനിക്കും ഉപയോഗിക്കാനുള്ളതാണ്, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള കരുത്ത് ഈ 72 വയസ്സിലും ഉണ്ട് എന്ന് മാതൃകയായി കാണിച്ചുകൊണ്ടൊരു അമ്മ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും പ്രഭാവതി അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ കാണുമ്പോഴൊക്കെ വളരെ ഒരു എന്താണ് പറയുക, ഒരു രോമാഞ്ചത്തോടെ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറുകയാണ് ഈ വീഡിയോ. ഇനി ഈ സംഭവത്തിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് വെച്ചാണ് ഇത്തരത്തിൽ അമ്മ ഒരാളോട് ബിഹേവ് ചെയ്യുന്നത്. അതായത് എരഞ്ഞിപ്പാലം സിഗ്നലിൽ സമീപം റോഡിൽ വലിയ തിരക്കുകളുള്ള സമയമായിരുന്നു. തിരക്ക് എന്ന് പറയുമ്പോൾ സാമാന്യം തിരക്കുണ്ട്, പക്ഷേ കുറച്ചു നേരം കാത്തിരിക്കുകയാണെങ്കിൽ വാഹനം ഓടിച്ചു പോകാൻ പറ്റിയ തിരക്കേ ഉള്ളൂ. പക്ഷേ സ്കൂട്ടർ യാത്രക്കാർക്ക് ആ കാത്തിരിപ്പിനോട് മടുപ്പാണ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സിഗ്നലിൽ കിടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഫുട്പാത്തിലേക്ക് വാഹനം കയറ്റുകയും അതിലൂടെ മുന്നോട്ടേക്ക് പോകാനുള്ള മാർഗം കണ്ടെത്തുകയും ചെയ്യും. അത്തരത്തിൽ ഒരാൾ സ്കൂട്ടർ ഫുട്പാത്തിലൂടെ ഓടിച്ചു പോകാൻ ശ്രമിച്ചപ്പോൾ അയാളെ തടഞ്ഞു
നിർത്തുകയായിരുന്നു ഈ 72 വയസ്സുകാരി. പ്രഭാവതി അമ്മ വണ്ടിക്ക് മുന്നിലേക്ക് തടസ്സമായി നിന്നിട്ട് പറഞ്ഞു, ബാക്കോട്ട് പോയിക്കോളൂ എന്നുള്ളത്. സ്കൂട്ടർ യാത്രികർ എന്നിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും കാല് വെച്ച് ആ വാഹനം മുന്നോട്ടെടുക്കുന്നത് തടഞ്ഞു. മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയും അവർ അയാളെ റോഡിലേക്ക് തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരുള്ള ഫുട്പാത്തിൽ വണ്ടി കയറ്റാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു അവർ. ഇനി ആരാണ് ഈ പ്രഭാവതി അമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ചില്ലറക്കാരിയൊന്നുമല്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം കൊയ്യേരിക്കാവ് പരിസരത്ത് വെറും ഒരു വയോധികയായിട്ട് മാത്രമല്ല ഈ അമ്മ നിൽക്കുന്നത്. ജീവിതത്തിലുടനീളം പോരാട്ട വീര്യം ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി കൂടെ തന്നെയാണ് എന്നുള്ളതാണ് വിവരം. മുൻപ് മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ഒരാളാണ് പ്രഭാവതി അമ്മ. സാക്ഷരതാ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തി. ചാലപ്പുറത്തെ ക്യാപ്റ്റൻ ലക്ഷ്മി ഹോസ്പിറ്റലിൽ വാർഡനായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇവരെന്നാണ് വിവരം. 1970കളിൽ തന്നെ ഡ്രൈവിംഗ് പഠിച്ച പ്രഭാവതി അമ്മ അക്കാലത്ത് സൈക്കിൾ ചവിട്ടുകയും ഫുട്ബോൾ കളിക്കുകയും ചെയ്യുകയായിരുന്നു. ഒറ്റയ്ക്കാണ് താമസം എന്നുള്ളത് കൂടെയാണ്. ഈ പ്രായത്തിലും വാർത്ത കണ്ട്, പത്രം വായിച്ച്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് KR ഗൗരിയമ്മയുടെ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ ഓർമ്മകളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടെ ജീവിക്കുന്ന ഒരു ധീര വനിത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പോരാട്ടം മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഇത്തരത്തിൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതും പ്രഭാവതി അമ്മയെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മുൻപൊരിക്കൽ ഫുട്പാത്തിലൂടെ വന്ന വാഹനം തടഞ്ഞപ്പോൾ വണ്ടി ഓടിച്ച യുവാവ് അവരെ മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഭയന്ന് പിന്മാറുന്നതിന് പകരം അന്ന് അവർ ചെയ്തത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ യുവാവിനെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയിച്ച ചരിത്രവും പ്രഭാവതി അമ്മയ്ക്കുണ്ട്. ഫുട്പാത്ത് കാൽനട യാത്രക്കാർക്കാണുള്ളത്. അവിടെ വണ്ടി കയറ്റി ഇങ്ങനെ യാത്ര ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഇനിയും താൻ തടയുമെന്നും പ്രഭാവതി അമ്മ നെഞ്ചുവിരിച്ച് നിലപാട് അറിയിക്കുകയാണ്. അഭിനന്ദന പ്രവാഹമാണ് എന്തായാലും ഇത്തരത്തിൽ വീഡിയോ വൈറലായതോടുകൂടെ പ്രഭാവതി അമ്മയെ തേടിയെത്തുന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പ്രഭാവതി അമ്മ പോലും ഇത്തരത്തിൽ തന്റെ വീഡിയോ വൈറലായി എന്ന് പോലും അറിയുന്നത് എന്നുള്ളതാണ്. സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് ഒരാൾ വീഡിയോ പകർത്തുന്നത് താൻ അപ്പോൾ തന്നെ കണ്ടിരുന്നു. എന്നാൽ അത് ഇത്രയും പേർ കണ്ട ഒരു വീഡിയോ ആയി മാറുമെന്ന് താൻ അറിഞ്ഞില്ല എന്നാണ് ഈ 70 വയസ്സുകാരി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. വടകര സ്വദേശിയായ വ്ലോഗർ അഫ്ലുവിന്റെ അഫ്ലു സ്റ്റോറീസ് എന്ന് പറയുന്ന ഹാൻഡിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരമൊരു വീഡിയോ വൈറലായത്. മണിക്കൂറുകൾക്കുള്ളിൽ ആയിരങ്ങൾ ഈ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. വീഡിയോ പുറത്തു വന്നതോടെ പ്രഭാവതി അമ്മയുടെ ഫോണിലേക്ക് അഭിനന്ദന പ്രവാഹവും എത്തുകയായിരുന്നു. പ്രഭാവതി അമ്മയെ അഭിനന്ദിച്ച് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ കൂടെ രംഗത്തെത്തിയതോടെ സംഗതി കളറായി. എന്തായാലും ഇനി ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു ഫുട്പാത്തിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഒരു തവണയെങ്കിലും പ്രഭാവതി അമ്മയെ ഓർക്കാതെ ആരും ഫുട്പാത്തിലേക്ക് കയറില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും KV ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള അധികാരികളിലടക്കം ഈ ഒരു വിഷയം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഫുട്പാത്തിലൂടെ വാഹനം ഓടിക്കുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ ഇപ്പോൾ കിട്ടുന്ന പിഴയേക്കാൾ ഇരട്ടി പിഴ കിട്ടാനുള്ള അവസരം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്